ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ കേട്ടറ്റിൻ്റെ 15 ഡേയ്സ് ഫ്രീ വെബിനാർ സീരീസിൻ്റെ 6ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 3 സൈക്കോളജിയാണ്. നമുക്ക് കാറ്റഗറി 3 സൈക്കോളജി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് വന്ദന മാം ആണ്. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മുടെ സൈക്കോളജിയുമായി കാറ്റഗറി 3 സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാം ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയും. സോ മാം, യു കെൻ കണ്ടിന്യൂ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ എന്നൊന്ന് പറയണേ. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം കാറ്റഗറി 3 സൈക്കോളജിയുടെ ഒരു ഫ്രീ വെബിനാർ ആണ് ഇന്നത്തെ സെക്ഷനിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പൊ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തതിൽ നമുക്ക് റിസൾട്ട് ഒക്കെ വന്നു, അതിൻ്റെ ഒരു കാര്യത്തിൽ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യായിരിക്കും. എങ്ങനെയാണെങ്കിലും സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മുടെ സബ്ജക്റ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കേണ്ടതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ നമുക്ക് സൈക്കോളജിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര മാർക്കിനെയാണ്. ഓക്കെ, സൈക്കോളജി മൊത്തത്തിൽ എത്ര മാർക്കിനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക, എത്ര ചോദ്യമാണ് സൈക്കോളജിയിൽ നിന്ന് നമുക്ക് വരിക എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ ടോട്ടലി 40 മാർക്കിനെയാണ് സൈക്കോളജിയിൽ നിന്ന് ചോദ്യം വരിക. ഓക്കെ, 40 മാർക്കിനുള്ള ചോദ്യം, അതേപോലെ തന്നെ 40 ചോദ്യമാണുള്ളത്. എത്ര നമ്പേഴ്സ് ചോദ്യമാണ് സൈക്കോളജിയിൽ നിന്ന് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ചോദ്യമാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ 40 മാർക്കിനുമാണ് നമുക്ക് സൈക്കോളജിയിൽ നിന്ന് ചോദ്യം വരിക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം നെഗറ്റീവ്സ് ഒന്നുമില്ല. ടോട്ടലി 40 ചോദ്യമാണ്. നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം ഒരു 30 എബോവ് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ സിലബസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിനെ പോലെ തന്നെയും കാറ്ററ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് അറിയണം അല്ലെ. സിലബസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? പഠിക്കാന്. അപ്പൊ സിലബസ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്തു, ഇനി എത്രത്തോളം കവർ ചെയ്യാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സിലബസ് മനസ്സിലാക്കണം. ഇപ്പൊ സിലബസ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം കാറ്ററ്റ് 3 എന്ന് പറയുമ്പോൾ ക്ലാസ് 8 to 10th വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത എക്സാം ആണ് കാറ്റഗറി 3 എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ സിലബസിലേക്ക് വരുന്ന സമയത്ത്, സൈക്കോളജി സിലബസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഇത് 3 പാർട്ടായിട്ടാണ് നമുക്ക് സൈക്കോളജി സിലബസ് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അഡോളസെന്റ് സൈക്കോളജിയാണ് ഒന്നാമത്തെ പാർട്ടിലായിട്ട് വരുന്നത്. ഓക്കെ, 3 പാർട്ടായിട്ടാണ് നമ്മൾ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ വരുന്നതാണ് അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ ഏതാ വരുന്നത്? അഡോളസെന്റ് സൈക്കോളജിയാണ്. അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ വരുന്നതാണ് അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അഡോളസെന്റ് സൈക്കോളജി ഒന്നാമത്തെ പാർട്ടിൽ വരുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം അതില് കുറച്ച് കാര്യങ്ങൾ ആണ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ അഡോളസെന്റ് പീരീഡ് നമുക്കറിയാം അല്ലെ. അതിൽ അഡോളസെന്റ് സൈക്കോളജി, അതായത് അഡോളസെൻസിന്റെ നേച്ചർ, അതേപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തെ ഭാഗത്ത് പഠിക്കാനുള്ളത് അത്രയും കാര്യമാണ്. അതായത് അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്തില് നമുക്ക് പഠിക്കാനായിട്ട് ആദ്യം ഉള്ളത് അഡോളസെൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് അഡോളസെന്റിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോളസെന്റ്, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി, അതേ എൻവയോൺമെന്റ്, ഡെവലപ്മെന്റൽ നീഡ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഡെവലപ്മെന്റൽ നീഡ് അതേപോലെ തന്നെയാണ്
ഡെവലപ്മെന്റ്, അതായത് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആയാലും അതേപോലെ തന്നെ ഇന്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെന്റ്, അതേക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ വരുന്നതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ ടാസ്ക്. അതും പ്രത്യേകമായിട്ടൊരു ടോപ്പിക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, അഡോളസന്റ് സൈക്കോളജിയിൽ ആദ്യം നമ്മൾ അഡോളസന്റ് പീരീഡിനെ കുറിച്ചിട്ടും അതിൽ നമ്മൾ എന്തൊക്കെയാണ് മെത്തേഡ് ഓഫ് സ്റ്റഡി, പിന്നെ ആ ടൈമിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ആ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഡെവലപ്മെന്റൽ ടാസ്ക് എന്താണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പഠിക്കണം. ദെൻ നമ്മൾ വരുമ്പോൾ പ്രോബ്ലം ഓഫ് അഡോളസൻസ് ആണ് അല്ലെ. അഡോളസന്റ് പീരീഡിൽ മെയിൻ ആയിട്ട് കുട്ടികളിൽ കാണുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇപ്പം ഐഡന്റിറ്റി ക്രൈസിസ്, അതേപോലെ തന്നെയാണ് അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, അതേപോലെ തന്നെയാണ് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത്. ഹെൽത്ത് പ്രോബ്ലം, ഓക്കെ, ഹെൽത്ത് പ്രോബ്ലം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, അതേപോലെ തന്നെ ചലഞ്ചസ് ആൻഡ് റെമഡീസ്. ഈ പ്രോബ്ലം ഓഫ് അഡോളസെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രോബ്ലം എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവർ നേരിടുന്ന ചലഞ്ചസും അതിന്റെ റെമഡീസ് എന്തൊക്കെയാണ്, ആസ് എ ടീച്ചർ നമുക്ക് എന്തൊക്കെ റെമഡീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി, ഈ തിയറീസ് ആയാലും ഈ ഓരോ കാര്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മൾ ഒരു ടീച്ചർ എന്ന നിലയിലാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ വരുത്താൻ പറ്റും, എന്തൊക്കെ ചേഞ്ചസ് ആണ്, ഇത് വെറുതെ നമ്മൾ പഠിക്കല്ല, ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എന്തൊക്കെ കാര്യം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. സോ ആ രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി തുടങ്ങിയിട്ടുള്ള ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ പ്രോബ്ലം ഓഫ് അഡോളസൻസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ അത് സിമ്പിൾ ആണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ജുവനൽ ഡെലിക്വൻസി അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ ടേം കാണുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എന്താണ് അറിയാത്ത അവസ്ഥ വരും. സോ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത്, എന്താണ് അതിൽ പറയുന്നതെന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ അഡോളസന്റ് സൈക്കോളജിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡെവലപ്മെന്റ് തിയറീസ് ആണ്. ഓക്കെ, ഡെവലപ്മെന്റ് തിയറീസിൽ നമുക്ക് പ്രധാനമായിട്ടും 5 ആളുകളുടെ തിയറിയാണ് അഡോളസന്റ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. പിയാഷെ, ബ്രൂണർ, ഫ്രൂഡ്, എറിക്സൺ, കോൾബർഗ്, ഇവരുടെ ഒക്കെ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തിയറി വെറുതെ പഠിച്ചു എന്നുള്ളതല്ല, അതിന്റെ കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഓരോ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഈ തിയറി ഒക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിനെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു തിയറി ഞാൻ പഠിക്കുമ്പം ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ആ തിയറി കൊണ്ടുള്ള ഗുണം എങ്ങനെയാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മോർ സ്ട്രെസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു തിയറി നമ്മൾ പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും ആ തിയറി എന്താണ്, ആ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയിട്ട് അപ്പൊ തിയറി എന്താണെന്ന് ക്ലിയർ ആയി, ആ തിയറി ക്ലിയർ ആയി അതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പാർട്ട് എടുത്തു കഴിഞ്ഞ അഡോളസന്റ് സൈക്കോളജിയാണ്. അതിൽ എന്താണ് പറയുന്നത്, അഡോളസന്റിനെ കുറിച്ച് പഠിക്കണം, കുട്ടികളുടെ പ്രോബ്ലംസ് പഠിക്കണം. മെയിൻ ആയിട്ട് 5 തിയറീസ് ആണ് ആ സെക്ഷനിൽ വരുന്നത്. ബ്രൂണർ ഉണ്ട്, പിയാഷെ ഉണ്ട്, സിഗ്മണ്ട് ഫ്രൂഡ് ഉണ്ട്, എറിക്സൺ ഉണ്ട്, കോൾബർഗ് ഉണ്ട്. ഇവരുടെ 5 ആളുടെ തിയറി സ്പെഷ്യൽ റെഫറൻസ് ടു അഡോളസന്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. കൂടെ എന്തും കൂടി വേണം, അതിന്റെ എല്ലാ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള അഡോളസന്റ് സൈക്കോളജി അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. എന്താണ്, തിയറീസ് ഓഫ് ലേണിംഗ് ആണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ തിയറീസ് ഓഫ് ലേണിംഗില്
ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ലേണിംഗ് എന്താണ്, ലേണിംഗിന്റെ നേച്ചർ, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെച്ചുറേഷനും ലേണിംഗും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ബോത്ത് ആർ ഈക്വലി കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത് അല്ലെ. ഒരു കോയിന്റെ രണ്ട് വശം എടുത്താൽ അതുപോലെയാണ് മെച്ചുറേഷനും ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യം പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഇതിന്റെ എല്ലാ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ആദ്യത്തെ അഡോളസൻ സൈക്കോളജി, രണ്ടാമത്തെ പാർട്ട് വരുന്നതാണ് തിയറീസ് ഓഫ് ലേണിംഗ്. അതിലാദ്യം നമ്മൾ ലേണിംഗ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗ് ആണ്. എന്തൊക്കെ ഫാക്ടർ ആണ് ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ മെത്തേഡ് വേരിയബിൾസ്, ടാസ്ക് വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ മോട്ടിവേഷൻ, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ്, അറ്റൻഷൻ, ആസ്പിരേഷൻ, മെമ്മറി, ഇതെല്ലാം നമ്മൾ പഠിക്കണം. വിത്ത് എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കേണ്ടത്? കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ്, ലേണിംഗിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതും കൂടി പഠിക്കണം. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചേഴ്സ് റോൾ എന്താണെന്ന്. ഇപ്പൊ നമ്മൾ ലേണിംഗ് എടുത്തു കഴിയുമ്പോൾ അതിൽ ആസ് എ ടീച്ചർ നമ്മളുടെ റോൾ എന്താണെന്നുള്ളതും കൂടി പഠിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഓരോന്നിലേക്ക് നമ്മൾ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴേ അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻ കേസ് നമുക്ക് നോക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും ജസ്റ്റ് അതിൽ പരാമർശിക്കുന്ന ടേംസ് എങ്കിലും നമ്മൾ നോക്കിപ്പോണം. ദെൻ വരുന്നതാണ് ക്രിയേറ്റിവിറ്റി. പലപ്പോഴും എന്താണ് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. എന്താണ് ക്രിയേറ്റിവിറ്റി അല്ലെ? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ച് മാറ്റി നിർത്തി ചെയ്തിട്ട് നമ്മൾ സ്വന്തമായി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രിയേറ്റിവിറ്റിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കുറെ മെഷർമെന്റ് ഉണ്ട്. എങ്ങനെയാണ് മെഷർമെന്റ് ടെക്നിക് ഉണ്ട്. ക്രിയേറ്റിവിറ്റിനെ നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യും, അതിന്റെ സർട്ടൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, മെഷർമെന്റ് ടെസ്റ്റ്. അതൊക്കെ അതിന്റെ ടേം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ആസ് എ ടീച്ചർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ക്രിയേറ്റീവ് ചിൽഡ്രനെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ക്രിയേറ്റീവ് സ്റ്റുഡന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം? ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലെ. അതേപോലെ തന്നെയാണ് ക്രിയേറ്റീവും അച്ചീവ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് പഠിക്കണം. മാത്രമല്ല ആസ് എ ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? കുട്ടികളിലെ ക്രിയേറ്റിവിറ്റിനെ എങ്ങനെയെല്ലാം നമുക്ക് ഫോസ്റ്ററിങ് ചെയ്തെടുക്കാൻ പറ്റും, അത് എന്തൊക്കെ രീതിയിലൂടെ നമുക്ക് ഫോസ്റ്ററിങ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ. എന്തൊക്കെ ചെയ്യാൻ കുട്ടികൾക്ക് നൽകേണ്ട ആക്ടിവിറ്റീസ് ആയാലും അവരുടെ ഒരു ക്രിയേറ്റീവ് കുട്ടി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചിൽഡ്രനെ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് എങ്ങനെ ഒരു ക്രിയേറ്റീവ് കുട്ടീനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ആസ് എ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് ഒരു അധ്യാപികയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ക്രിയേറ്റിവിറ്റി പഠിക്കണം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ വരുന്നത് ലേണിംഗ് തിയറീസ് ആണ്. ഓക്കെ, ലേണിംഗ് തിയറീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ് എന്ത്? ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേണിംഗ് തിയറീസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള വ്യക്തികൾ പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, വൈഗോട്സ്കി, ഒസബൽ, ഗാംഗെ, ജസ്റ്റാൾട്ട് സൈക്കോളജി തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ലേണിംഗ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ തിയറി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. തോണ്ടേക്കിന്റെ എന്താണ് ട്രയൽ ആൻഡ് എറർ തിയറി, പാവ്ലോവിന്റെ തിയറി ഉണ്ട്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഒസബൽ, ഗാംഗെ, ജസ്റ്റാൾട്ട് സൈക്കോളജി, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, അത് കൂടാതെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ഈ തിയറി വെറുതെ പഠിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ നമ്മൾ എന്ത് മെൻഷൻ ചെയ്ത് പഠിക്കണം? ഇതിന്റെ എല്ലാം ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം
ഈ തിയറി, ഓരോ തിയറിയും വെറുതെ പഠിക്കാതെ എന്താണ് മെയിൻ ആയിട്ട് ആ തിയറിയിൽ പറയുന്ന തീം എന്താണ്, കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 2025 നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, പാവ്ലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം പാവ്ലോന്റെ തിയറിയിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുക. അദ്ദേഹം എന്താ പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ഒരു ബിഹേവിയറൽ പ്രോസസ് ആണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വരുന്നത്, അതായത് ഒരു ചിൽഡ്രൻ, ആ കുട്ടി എപ്പോഴൊക്കെ അതിന്റെ പാരന്റ്, അതായത് ആ കുട്ടിയുടെ ഫാദർ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ആ കുട്ടിയിലെ ആൻസൈറ്റും ഫിയറും അനുഭവപ്പെടുന്നു. അതായത് ഈ ഫാദർ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഒരു റീസണും ഇല്ലാതെ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിൽ കൂടിയും ആ ഫാദറെ എപ്പോഴൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്നു അപ്പോഴൊക്കെ ഈ കുട്ടീനെ എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് ഒരു കാരണവും ഇല്ലാതെ അടിക്കും. ഒരു റീസണും വേണ്ട, ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാദർ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വെന്നെവർ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊരു കാര്യമായാലും എപ്പോഴായാലും ആ ഫാദർ വർക്ക് കഴിഞ്ഞ് വരുന്ന ആ ടൈം എത്തുമ്പോഴത്തേക്ക് ഈ കുട്ടിയിൽ എന്ത് ചെയ്യാണ്, ഒരു ആൻസൈറ്റിയും ഫിയറും അനുഭവപ്പെടുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, എന്ത്, ഈ ഫാദർ എന്നും ഈ കുട്ടീനെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ ഈ കുട്ടീനെ അടിക്കുന്നു എന്ന്. അപ്പോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഈ കുട്ടിൻ്റെ എന്തുണ്ടാവുകയാണ്, ഫാദർ വീട്ടിലെത്തി ബെല്ലടിക്കുന്ന സമയം ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും, ആ ഒരു ബെല്ലടിക്കുമ്പോഴത്തേക്കും, അത് കേൾക്കുമ്പോഴത്തേക്കും കുട്ടീൻ്റെ ആൻസൈറ്റിയും ഫിയറും ഒക്കെ അനുഭവപ്പെടുകയാണ്. ഈ ഒരു കാര്യം ഏത് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഈ ഒരു തിയറി ബിഹേവിയറിസ്റ്റ് തിയറിയിലെ ഏത് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ആരുടെ തിയറി ആയിട്ട് എന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ക്ലാസിക്കൽ ഉണ്ടായിരുന്നു, ഒപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ടായിരുന്നു, ട്രയൽ ആൻഡ് എറർ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ. അപ്പൊ അത് ഏതാണ് കറക്റ്റ് ഓപ്ഷന്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അതിലാണ് നമ്മൾ പറയുന്ന ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഈ ഫാദർ വീട്ടിലേക്ക് വന്ന് അടിക്കുന്നു എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെ, കണ്ടീഷൻഡ് ആയിട്ട് മാറിയപ്പോഴാണ് ആ കുട്ടിയിൽ എന്ത് ബിഹേവിയർ വരുന്നത്, എന്ത് റെസ്പോൺസ് വരുന്നത്, കുട്ടി ഫാദർ വരുമ്പോഴത്തേക്കും ആൻസൈറ്റി ഒരു ഫിയറും അനുഭവപ്പെടുന്നത്. അപ്പൊ അതെന്താണ് അവിടെ, അത് ഏത് തിയറുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അത് നമുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം, എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി എന്താണെന്ന്, അതിൽ പറയുന്ന കാര്യം എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായാലും എങ്ങനത്തെ ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻ കൂടുതലും കാണപ്പെടുന്നത് തിയറി എന്താ നേരിട്ട് ചോദിക്കില്ല. ഓരോ കാര്യം നമ്മൾ പഠിച്ചാലും നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്, ഓരോന്നും പഠിച്ചു കഴിഞ്ഞിട്ട് അത് എന്തിനു നമ്മൾ ഓരോ കാര്യം പഠിക്കുന്നത്, നമ്മൾ ഒരു ലൈഫ് സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ കുട്ടീനെ പ്രാപ്തമാക്കണം അല്ലെ. അപ്പോഴാണ് ഒരു കാര്യം പഠിച്ചു എന്ന രീതിയിലേക്ക് എത്തുക, അപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തുക. അതുപോലെയാണ് ഈ തിയറി ഒക്കെ നമ്മൾ പഠിക്കുന്നത്, അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ അത് നമുക്ക് ഉള്ള സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. സോ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും എന്താണ്, സ്റ്റേറ്റ്മെന്റ് ലെവലിലും അപ്ലിക്കേഷൻ ലെവലിലും ആണ്. അപ്പൊ നിങ്ങൾ വെറുതെ പഠിച്ചാൽ പോരാ, തിയറി എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ. അപ്പൊ ഇത്തരത്തിൽ എല്ലാവരും വൈഗോട്സ്കിന്റെ ആയാലും എല്ലാവരും തിയറും ഇങ്ങനെ പഠിക്കണം. ഇവരുടെയൊക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന്. അപ്പൊ ബ്രൂണറിന്റെ ആണ് എന്ത് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് അല്ലെ, അത് അദ്ദേഹത്തിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് ആണ്. അതേപോലെയാണ് നിങ്ങൾ എല്ലാവരുടെയും ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പൊ വൈഗോട്സ്കി എടുക്കുന്ന സമയത്ത് ZPD എന്താണെന്നും MKO എന്താണെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ് അത് എന്താണെന്ന് അറിയാതെ അതിന്റെ എന്താണ് ഫുൾ ഫോം പഠിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അതുമായി റിലേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും നമുക്ക് ചോദ്യം വരെ ഉണ്ടാവുക. അപ്പൊ എന്താന്ന് മനസ്സിലായിരിക്കണം. അപ്പോൾ തിയറീസ് ഓഫ് ലേണിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ആണ്. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആരാണ്, എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് അവരെ നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചറിയുന്നു എന്ന രീതിയിലാണ്. അതേപോലെ മെന്റലി ചലഞ്ചഡ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ഫിസിക്കലി ചലഞ്ചഡ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. ഇവരുടെയൊക്കെ
പ്രോബ്ലംസ് എന്താണ്, അവരുടെയൊക്കെ ചാലഞ്ചസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് എന്ത് ലേണിംഗ് ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട്. അത് നമ്മൾ ആ ടേം ഡിസ്ലെക്സി എന്താണ്, ഡിസ്പ്രാക്സി എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ആ ടേമും അതുമായി ബന്ധപ്പെട്ട ഡിസബിലിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണമെങ്കിൽ അത് നമ്മൾ കവർ ചെയ്ത് പഠിച്ചേ പറ്റൂ. അപ്പൊ ഒന്നാമത്തെ പാർട്ട് എന്താണ്? അഡോളസന്റ് സൈക്കോളജി ആയിരുന്നു. രണ്ടാമത്തേത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ തിയറീസ് ഓഫ് ലേണിംഗിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യമുണ്ട്. പലപ്പോഴും കുട്ടികൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണലുണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻസ് ആയ ഭാഗം മാത്രം നോക്കിയിട്ട് ചിലതെല്ലാം സ്കിപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതായത് അതൊക്കെ എന്താണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ്, ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്. അതേ ഒരു ആസ് എ ടീച്ചർ നമുക്ക് എന്ത് ചെയ്യണം, ലേണിംഗ് സിറ്റുവേഷൻ എപ്പോഴും നല്ല അപ്രോപ്രിയേറ്റ് ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കണം, അല്ലെ? അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു അപ്രോപ്രിയേറ്റ് ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനെയാണ് ടീച്ചർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഇഫക്റ്റീവ് ടീച്ചർ എന്തായിരിക്കണം? അതേപോലെ തന്നെ ഒരു പ്രോഗ്രസീവ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടീച്ചിങ് സ്റ്റൈലുകൾ ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള. ആ ടീച്ചിങ് സ്റ്റൈലുകൾ എന്താണെന്നും കൂടി പഠിക്കണം. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് ഇത്രയും കാര്യമാണ്. ഐഡന്റിഫിക്കേഷൻ ലേണർ നീഡർ, അതേപോലെ തന്നെ ലേണിംഗ് സിറ്റുവേഷൻസ് എന്താന്നുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വരുന്നത് ടീച്ചറുടെ റോളാണ്, അല്ലെ? ടീച്ചറുടെ റോൾ എന്താണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ ടീച്ചറുടെ റോൾ എന്താണ്? ടീച്ചറുടെ റോൾ എന്താണ്? ടീച്ചർ എന്ന് പറയുന്നത് മോട്ടിവേറ്റർ ആയിരിക്കണം, ഒരു ഗൈഡ് ആയിരിക്കണം, അല്ലെ? ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, കൗൺസിലർ ആയിരിക്കണം, മെന്റർ ആയിരിക്കണം. ഇത് കൂടാതെ ഇവരുടെ ഒക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, ഒരു ടീച്ചർ മോട്ടിവേറ്റർ ആണ്, അപ്പൊ അതിന്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും? ഫെസിലിറ്റേറ്റർ ആണ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് ലേണർ സെന്റേർഡ് സ്ട്രാറ്റജി എന്തൊക്കെയാണ്, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്. അതായത് പ്രൊജക്ട് ഉണ്ട്, സെമിനാർ ഉണ്ട്, ആക്ടിവിറ്റി, കോപ്പറേറ്റീവ് ലേണിംഗ്, ഡിബേറ്റ്സ് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ എന്തുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ 2025 തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു ഫാക്ച്വൽ ഐ മീൻ എന്താണ് കൺസെപ്റ്റ്, ഒരു ഫാക്ട് കുറച്ച് ടൈമിനുള്ളിൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻസിൽ സെമിനാർ, ഡിബേറ്റ്, ആക്ടിവിറ്റി ഓറിയന്റഡ്, അതേപോലെ തന്നെ ലെക്ചർ മെത്തേഡ്, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ലെക്ചർ മെത്തേഡ് അല്ലേ? ലെക്ചർ മെത്തേഡിലല്ലേ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിലേക്ക് ഒരു കൺസെപ്റ്റ് ഒന്നിലധികം കുട്ടികളിലേക്ക് അറ്റ് എ ടൈം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡ്സും അതിന്റെ ടെക്നിക്സും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതേപോലെ അതിൽ വരുന്നതാണ് ദെൻ സി സി എന്ന് പറഞ്ഞ എന്താണ്?
കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അതെന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ടൂൾസ് ആൻഡ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ്, ഒബ്സർവേഷൻ അങ്ങനെ തുടങ്ങിയ കുറെ ടൂൾസ് ഉണ്ട്, ടെക്നിക്ക് ഉണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ സ്കില്ലുകളെ കുറിച്ച്, മാനേജ്മെന്റ് സ്കില്ല്, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒന്ന് പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചറാണ്. ആ ഭാഗമൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ അത് നമുക്ക് പെഡഗോഗി റിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് ആസ് എ ക്ലാസ് റൂമുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് ചോദ്യം വരിക. നമുക്കറിയാം ഇമോഷണൽ മെച്യൂർഡ് ആയിരിക്കണം, എത്തിക്സ് ഉണ്ടായിരിക്കണം, ഒരു ബാലൻസ് പേഴ്സണാലിറ്റി ആയിരിക്കണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, വ്യക്തി ആയിരിക്കണം അല്ലേ. എല്ലാവരുടെയും ഒരുപോലെ കാണുന്ന, പാർഷ്യാലിറ്റി ഇല്ലാത്ത, പഞ്ച്വാലിറ്റി ഉള്ള ഒരു ടീച്ചർ ആയിരിക്കണം. ഇതൊക്കെയാണ് ടീച്ചറുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചേണ്ടിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ് NCF-ഉം KCF-ഉം ഒക്കെ. NCF 2005 അല്ലെ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005-ഉം 2007-ഉം കൂടി നിങ്ങൾ അതിന്റെ കൂടെ സിലബസിൽ 2005 ആണെങ്കിൽ 7-ഉം കൂടി ഉൾപ്പെടുത്തി ഒന്ന് ജസ്റ്റ് നോക്കണം. KCF കേരള കരിക്കുലം ഫ്രെയിംവർക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 2007-ഉം 13-ഉം നിങ്ങൾ നോക്കിയിരിക്കണം. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇപ്പം NCF-ന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ ഒരു തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ KCF ആണെങ്കിൽ അത് ഓറിയന്റഡ് ചെയ്തിട്ട് ആ KCF എന്തിനാണ് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്, KCF 2007 ഏത് കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, അതേക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അതേപോലെ ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന മറ്റൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, RT ആക്ട് എന്ന് പറയുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടില് നമ്മള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം 2009 അത് വന്നു. ദെൻ അത് എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യം അല്ലെ, ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, സൈക്കോളജി സിലബസ് നമുക്ക് പഠിക്കാനുള്ളതിന് 3 സെക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്, അഡോളസന്റ് സൈക്കോളജി, ലേണിംഗ് തിയറീസ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഡോളസന്റ് സൈക്കോളജിയിൽ നമുക്ക് വരിക 10 മാർക്കിനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഔട്ട് ഓഫ് 40-ൽ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അഡോളസന്റ് സൈക്കോളജിന്ന് വരിക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ലേണിംഗ് തിയറിന്നും നമുക്ക് വരുന്നത് 15 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ടോട്ടൽ 40 മാർക്ക് ക്വസ്റ്റ്യനിൽ ലേണിംഗ് തിയറിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും നമുക്ക് വരുന്നത് 15 വെച്ച് 30 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. അഡോളസെന്റിൽ വരുന്നത് എത്രയാണ്, 10 മാർക്കിനാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഏതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ആദ്യം വരുന്ന ഭാഗമാണ് അഡോളസന്റ് സൈക്കോളജി. ഇന്നത്തെ ഒരു സെക്ഷനിൽ നമുക്ക് മൊത്തത്തിലൊന്നും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഇതെന്താണ്, നിങ്ങൾ ഇനി വരുന്ന എക്സാമിന് മുന്നോടിയായിട്ട് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അഡോളസന്റ് സൈക്കോളജി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അഡോളസന്റ് നമുക്കറിയാം എന്താണ്, അഡോളസെന്റ് എന്ന് പറയുമ്പോൾ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ വ്യക്തികളിൽ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് പറയാം, ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ടു അറ്റൈൻ മെച്യൂരിറ്റി. പ്യൂബർട്ടി മുതൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു കാലം വരെ നമുക്ക് എന്തെന്ന് പറയാം, ആ ഒരു പീരീഡിന് അഡോളസെന്റ് എന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡോളസെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റാപ്പിഡ് ചേഞ്ച് ആണ് അല്ലെ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റാപ്പിഡ് ചേഞ്ചസ് നടക്കുന്ന കാലാണ് അഡോളസെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ. ഇൻ ദ സെൻസ് റാപ്പിഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ
അതെല്ലാ ഫീൽഡിനും ഇപ്പൊ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആയാലും ബയോളജിക്കലി ആയാലും ഒക്കെ നമ്മളെ ഇടയിൽ റാപ്പിഡ് ആയിട്ട് ഒരു ഫിസിക്കൽ ചേഞ്ച്, റാപ്പിഡ്ലി ചേഞ്ച് അറ്റൈൻ ചെയ്യുന്ന പീരീഡ് ആണ് അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ പ്രായത്തിലാണ് കുട്ടികളുടെ ഇടയിൽ കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ്ലി തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വരുന്നത് എപ്പോഴാണ്? അഡോളസെന്റ് പീരീഡിലാണ്. ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് പേരുകളാണ്. അഡോളസെന്റ് കേൾക്കുമ്പോൾ മൈൻഡിൽ വരേണ്ട രണ്ട് പേരാണ് സ്റ്റാൻലി ഹോളും ഹോളിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻലി ഹോൾ ആരാണ്? സ്റ്റാൻലി ഹോളും ഹോളിംഗ് ബർത്ത് ഇവർ രണ്ടുപേരും അഡോളസെന്റ് പീരീഡിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ അഡോളസെന്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം. ഓക്കെ, സ്റ്റാൻലി ഹോൾ അഡോളസെന്റ് പീരീഡിനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റാൻലി ഹോൾ എങ്ങനെയാണ് പറഞ്ഞത്? സ്റ്റാൻലി ഹോൾ അഡോളസെന്റ് പീരീഡിനെ പറഞ്ഞിരിക്കുന്നത് ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നാണ്. ഹോളിംഗ് വെർത്ത് എന്താ പറഞ്ഞത്? എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. അപ്പൊ അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു അഡൾട്ട്ഹുഡിനും ചൈൽഡ്ഹുഡിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാണ് നമ്മൾ അഡോളസെന്റിനെ കാണുന്ന. ഈ രണ്ട് വ്യക്തികളെ പേര് നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കണം. ദെൻ പ്രോബ്ലം ഓഫ് അഡോളസെൻസിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില ടേംസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബ്ലം ഓഫ് അഡോളസെന്റ്. പറയുമ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്? ആദ്യം തന്നെ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. പാരന്റ്സിനായിട്ടുണ്ടായിരിക്കും, സ്കൂൾ ഡിസിപ്ലിൻ ആയിട്ടുണ്ടായിരിക്കും, കമ്മ്യൂണിറ്റിനായിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ അഡോളസെന്റ് പീരീഡിലാണ് നമ്മൾ കൂടുതലായിട്ടും കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണപ്പെടുന്നത്. വീട്ടിലായാലും പുറത്തായാലും ഒക്കെ അഡൾട്ടുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് കുട്ടികളിൽ കാണപ്പെടും. ഇപ്പൊ പാരന്റ്സിനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സർട്ടൻ ഡിസിഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. പാരന്റ്സ് കൂടുതലായിട്ട് അവരുടെ ഡിസിഷൻ എടുക്കുന്നതിലോ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതിലോ കുട്ടികൾക്ക് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. സ്കൂൾ ഡിസിപ്ലിനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി, കമ്മ്യൂണിറ്റിനായിട്ടുള്ള ഡിഫിക്കൽട്ടി തുടങ്ങിയിട്ടൊക്കെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഏത് പീരീഡിലാണ് കാണാൻ പറ്റുന്നത്? അഡോളസെന്റ് പീരീഡിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്താണ്? ഹാർംഫുൾ ഓർ എക്സസീവ് യൂസ് ഓഫ് സബ്സ്റ്റൻസ് ലൈക്ക് ആൽക്കഹോൾ, ടൊബാറ്റോ, ഡ്രഗ് ഓർ അതർ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ബൈ ടീനേജേഴ്സ് അല്ലെ. ടീനേജേഴ്സ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ആൽക്കഹോൾ, ടൊബാക്കോ, ഡ്രഗ്, ഇപ്പൊ എന്താണ് സർട്ടൻ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ അതൊരു ഹാർംഫുൾ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ എക്സസീവ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാം. ഇത് കുട്ടികൾ എന്ത് ചെയ്യും? ഇമോഷണലി ആയാലും മെന്റലി ആയാലും ഫിസിക്കലി ഒക്കെ കുട്ടികളെ അഡ്വേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ ഒന്നാണ് ഡെലിക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഡെലിക്വൻസി എന്ന് വെച്ചാൽ ഇല്ലീഗല്, ആന്റി സോഷ്യല്, ഒരു മാൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, നമ്മൾ സൊസൈറ്റിയിലെ റൂളിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുട്ടികളുടെ ബിഹേവിയർ. യൂഷ്വലി 13 or 12 to 19 പീരീഡിലുള്ളതിനെയാണ് നമ്മൾ ഡെലിക്വൻസി എന്ന് പറഞ്ഞത്. ജുവനൈൽ ഡെലിക്വൻസി, മൈനർ ആയിട്ടുള്ളവരെ ജുവനൈൽ ഡെലിക്വന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റും മാൽ അഡ്ജസ്റ്റ്മെന്റും ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ ചേഞ്ചസ് ഹിസ് ബിഹേവിയർ ടു അച്ചീവ് ഹാർമോണിയസ് റിലേഷൻ ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിനും അതേപോലെ തന്നെ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനൊന്നും വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയർ അതിനായിട്ടും അറ്റൈൻ ചെയ്യാത്തതും അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസഗ്രി ആവുന്നതിനെയാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന്. ഇതൊക്കെ എന്താണ്? അഡോളസെന്റില് പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നമ്മള് സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ സിലബസിലേക്ക് പഠിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ആദ്യം പഠിക്കണം കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ സൈക്കോളജി പഠിക്കാനിരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കോളജിന്റെ ബേസിക്സ്. ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാണ്?
ഫാദർ ഓഫ് ബിഹേവിയറിസം ജെ.ബി. വാട്സൺ ആണ്. ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം, ഫാദർ ഓഫ് നോളജ് കൺസ്ട്രക്റ്റിവിസം ആരാണ്? ജീൻ പിയാഷെ ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കി. സൈക്കോ അനലിറ്റിക് തിയറി അതൊക്കെ ആരുമായിട്ടാണ്? സൈക്കോ സോഷ്യൽ അനലിറ്റിക്സ് ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. അതേപോലെ തന്നെയാണ് ഡിഫൻസ് മെക്കാനിസം, ഡിഫൻസ് സ്ട്രാറ്റജി ഇത് ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? സിഗ്മണ്ട് ഫ്രൂഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ബിഹേവിയറിസത്തിന്റെ ഫാദർ ആരാണ്? ജെ.ബി. വാട്സൺ ആണ്. കൺസ്ട്രക്റ്റിവിസം പിയാഷെ ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ്. സിഗ്മണ്ട് ഫ്രൂഡ് എന്തിന്റെയൊക്കെയാണ്? സൈക്കോ അനലിറ്റിക്, ഡിഫൻസ് മെക്കാനിസം. അതൊന്നും ആരും ചിലവർ നോട്ട് ചെയ്യില്ല. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫാദർ സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. അതേപോലെ ഫാദർ ഓഫ് അനലിറ്റിക് സൈക്കോളജി ആരാണ്? ജങ്കാണ്, അതായത് സി.ജി. ജങ്കാണ്. ജസ്റ്റാൾട്ട് തിയറിന്റെ ഫാദർ എന്ന് പറയുന്നത് വേർത്തിമർ ആണ്, മാക്സ് വേർത്തിമർ ആണ്. ജസ്റ്റാൾട്ട് തിയറി എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ജസ്റ്റാൾട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ 3 സൈക്കോളജിസ്റ്റുടെ പേര് നിങ്ങൾക്ക് മൈൻഡിൽ വരണം. കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ. ഓക്കെ, ഒരിക്കലും മറന്നു പോകരുത്. ജസ്റ്റാൾട്ട് തിയറി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള 3 ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് കൊഹ്ലർ, കൊഫ്ക ആൻഡ് വെർത്തിമർ എന്ന് പറയുന്നത്. അതിൽ ഫാദർ ഓഫ് ജസ്റ്റാൾട്ട് തിയറി ആണ് വെർത്തിമർ. ഇൻസൈറ്റ് ലേണിംഗ് കൊണ്ടുവന്നത് കൊഹ്ലർ ആണ്. ജസ്റ്റാൾട്ട് തിയറിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ്, അത് കൊണ്ടുവന്നത് കൊഹ്ലർ ആണ്. ഇനി കുറച്ച് കൺസെപ്റ്റും അത് പ്രൊപ്പോണന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ആരാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. സൈക്കോളജി പഠിക്കുന്നതിന് മുന്നേ ഇതിനെ പറ്റിയൊരു അറിവുണ്ടായെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് വരുന്നതാണ് സോഷ്യോമെട്രി. ഓക്കെ, അപ്പൊ സോഷ്യോമെട്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് പ്രൊപ്പോണന്റ് ചെയ്തിരിക്കുന്നത്? ജെ.എൽ. മൊറീനോ ആണ്. ജെ.എൽ. മൊറീനോ. സോഷ്യോമെട്രി എന്താണ്? അതിൽ നമുക്ക് കുറെ ടേംസ് പഠിക്കാണ്ട്, ക്ലിക്സ്, സ്റ്റാർ, ഐസൊലേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യമൊക്കെ പഠിക്കേണ്ട. അതൊക്കെ നമുക്ക് ഇനി വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോഷ്യോമെട്രി എന്താണ്? എത്രത്തോളം കുട്ടികൾ സോഷ്യലൈസ്ഡ് ആണ് എന്നുള്ളതാണ് സോഷ്യോമെട്രി ചെയ്യുന്നതിലൂടെ. നിങ്ങൾ ബി.എഡ് സ്റ്റുഡൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും സോഷ്യോമെട്രി. അതിലൂടെ നമുക്ക് ക്ലാസ്സിൽ കുട്ടികൾ എത്രത്തോളം സോഷ്യലൈസ് ആണ്, ആരൊക്കെയാണ് ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിട്ടുള്ളത്, ആരൊക്കെയാണ് ക്ലിക്സ്, സ്റ്റാർ ആരാണ്, ഒക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്? കുട്ടികളുടെ ഇടയിൽ എത്രത്തോളം സോഷ്യലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിന് എന്തൊക്കെ റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ്. അപ്പൊ സോഷ്യോമെട്രി പ്രൊപ്പോണന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? ജെ.എൽ. മൊറീനോ ആണ്. മെയിൻ ആയിട്ട് ഓർക്കാം. ദെൻ കേസ് സ്റ്റഡി ലേപ്ലേ ആണ്. കേസ് സ്റ്റഡി ഇതുപോലെ തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ് ആരാണ്? ഓസ്ബോൺ ആണ്. പിന്നെ വരുന്നത് ZPD, MKO, അതേപോലെ തന്നെ സ്കഫോൾഡിങ്. ഇതൊക്കെ ആരാണ്? വൈഗോട്സ്കി ആണ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, മോർ നോളജബിൾ അതേഴ്സ്, MKO. സോ എന്താണ് സ്കഫോൾഡിങ് തിയറി? ഇത് മെയിൻ ആയിട്ട് ഓർക്കുക നിങ്ങൾ. സ്കഫോൾഡിങ് തിയറി ആണ് വൈഗോട്സ്കി. ഇവിടെ ആലോചിക്കേണ്ടത്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ടേം സൈക്കോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൂണർ ആണ്. പലപ്പോഴും സ്റ്റുഡൻസിന് തെറ്റിപ്പോകുന്നതാണ്. സ്കഫോൾഡിംഗ് കേൾക്കുമ്പോൾ തന്നെ വൈഗോട്സ്കിയിലേക്ക് അങ്ങ് കടക്കും. സ്കഫോൾഡിംഗ് തിയറി ആരാണ്? വൈഗോട്സ്കി ആണ്. പക്ഷെ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ടേം സൈക്കോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൂണർ ആണ്. അത് മറന്നു പോകരുത്. പിന്നെ നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? നോം ചോംസ്കി ആണ്. ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, സ്കഫോൾഡിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ജെറോമസ് ബ്രൂണർ ആണ്. അല്ലെ, അദ്ദേഹത്തിന്റെ തിയറിയാണ് ഡിസ്കവറി തിയറി. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷന്റെ ഇംപ്ലിക്കേഷൻ ആണ് സ്പൈറൽ കരിക്കുലം. പിന്നെ അദ്ദേഹത്തിന്റെ ആണ്. സ്കഫോൾഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബ്രൂണർ ആണ്. ക്ലയന്റ് സെന്റേർഡ് തിയറി, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരതാണ്? കാൾ റോജേഴ്സിന്റെ ആണ്.
ഫീൽഡ് തിയറി, ലൈഫ് സ്പേസ് അല്ലെ, എൻവയോൺമെന്റ് സ്പേസും ലൈഫ് സ്പേസും കേർട്ട് ലെവിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഡെവലപ്മെന്റ് ടാസ്ക് റോബർട്ട് ഹാവിംഗ്ഹേഴ്സ്റ്റ് ആണ്. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ MC ക്ലെലന്റ് ആണ്. മൈക്രോ ടീച്ചിങ് നമ്മളൊക്കെ പഠിച്ച മൈക്രോ ടീച്ചിങ് DW അലൻ. ഇതൊന്നും മറന്നു പോകരുത്, സൈക്കോളജിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കണം. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് നമ്മുടെ അഡ്വാൻസ് ഓർഗനൈസർ ആരാണ്? വസബിലുമായിട്ടാണ്, വസബിലിന്റെ ആണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. ഐഡന്റിറ്റി ക്രൈസിസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? എറിക്സൺ. ഇത് പറയുമ്പോൾ എറിക്സൺ തിയറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ഐഡന്റിറ്റി ക്രൈസിസ്. അദ്ദേഹം ഡിഫറെന്റ് സ്റ്റേജുകൾ പറയുന്നുണ്ട് അല്ലെ, ഒരു വ്യക്തി കടന്നു പോകുന്ന ഡിഫറെന്റ് സ്റ്റേജ്. അതിൽ ഐഡന്റിറ്റി ക്രൈസിസ് ഏത് പീരീഡുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നത്? അഡോളസെന്റ് പീരീഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഐഡന്റിറ്റി ക്രൈസിസ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ആലോചിക്കുക. അത് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ ഒബ്സർവേഷണൽ ലേണിംഗ്, ബോബോഡോൾ എക്സ്പെരിമെന്റ്, മോഡലിംഗ്, സോഷ്യൽ ലേണിംഗ്. സോഷ്യൽ ലേണിംഗ് കേൾക്കുമ്പോൾ ആര് നിങ്ങൾ മൈൻഡിൽ വരണം? ആൽബർട്ട് ബൻഡൂര. ആൽബർട്ട് ബൻഡൂരന്റെ ആണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ പാവ്ലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ. അത് എളുപ്പം നിങ്ങൾക്ക് ഓർത്ത് വെക്കുക. പാവ്ലോന്റെ പട്ടി, പിന്നെന്താണ് തോണ്ടേക്കിന്റെ തൊണ്ടൻ പൂച്ച, സ്കിന്നറുടെ എലി. അത് ഓർത്ത് വെക്കുക കേട്ടോ. പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്, തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ഇനി 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ സ്പെസിഫിക് ഫാക്ടർ ആരാണ്? സ്പിയർമാന്റെ ആണ്. ചാൾസ് സ്പിയർമാന്റെ ആണ് 2 ഫാക്ടർ തിയറി. തോണ്ടേക്കിന്റെ ആണ് മൾട്ടി ഫാക്ടർ തിയറി. തേഴ്സ്റ്റന്റെ ആണ് ഗ്രൂപ്പ് ഫാക്ടർ അല്ലെങ്കിൽ പ്രൈമറി മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അല്ലെങ്കിൽ SI മോഡൽ ആരുടെയാണ്? ഗിൽഫോർഡിന്റെ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് വരും. നിങ്ങൾ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ പഠിക്കല്ലോ സൈക്കോളജി, ഓരോ തിയറീസ് ഒക്കെ പഠിച്ചു വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ വരിക. അപ്പൊ ഈ എടുത്തു വെച്ച് നോക്കുമ്പോൾ എന്താവും? കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മളുടെ ലേണിങ്ങിന് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റീസ് അതിൽ നമുക്ക് കുറെ ടേംസ് പഠിക്കാനുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റീസിൽ അതിൽ എന്താണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ലേണിംഗ് ഡിസബിലിറ്റി എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതെന്താണ് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റീസിൽ നമുക്ക് സർട്ടൻ ടേംസ് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി ആണ്. റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക് അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഡിസബിലിറ്റി. ഡിസ്ഗ്രാഫിയ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ് കോർഡിനേഷൻ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡിസബിലിറ്റി ആണ്. ദെൻ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിനെയാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റീസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓരോ ഡിസബിലിറ്റിയും അത് എന്തുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി നമ്മള് PYQ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സൈക്കോളജിയിൽ നേരത്തെ വന്നിട്ടുള്ള PYQ. ഇത് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും സൈക്കോളജിയിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എന്തൊക്കെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻസൈറ്റ് ലേണിംഗ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസൈറ്റ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊഹ്ലർ, പാവ്ലോ, സ്കിന്നർ, തോണ്ടേക്ക്. ആരുതാണ്? കൊഹ്ലറുടെ ആണ് അല്ലെ. കൊഹ്ലറുടെ എന്താണ് ലേണിംഗ് കോൺസെപ്റ്റ് ആണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ടീച്ച് ഫാക്ച്വൽ നോളജ് ടു മെനി സ്റ്റുഡന്റ് ഇൻ ഷോർട്ട് ടൈം ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ചോദിക്കുന്നത്. കൃത്യമായി ചോദ്യം വായിക്കുക. ടു ടീച്ച് ഫാക്ച്വൽ നോളജ് ടു മെനി സ്റ്റുഡന്റ് ഇൻ ഷോർട്ട് ടൈം. ഒരു ഷോർട്ട് ടൈമിൽ കുറെ കുട്ടികളിലേക്ക് നമ്മൾ ഒരു ഫാക്ച്വൽ നോളജ് എത്തിക്കുന്ന ടീച്ചിങ് മെത്തേഡ് ഇതെന്താണ്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ്. ലെക്ചർ, ഹ്യൂറിസ്റ്റിക്, ഡെമോൺസ്ട്രേഷൻ, പ്രൊജക്ട് ഏതാണ്? ലെക്ചർ മെത്തേഡ് ആണ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇതാ ഞാൻ പറഞ്ഞത്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണ്? പ്രൊജക്ട് മെത്തേഡ് എന്താണ്? ഡെമോൺസ്ട്രേഷൻ എന്താണ്? ഡിബേറ്റ് എന്താണ്? സെമിനാർ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്
സാധിക്കുള്ളൂ. സോ ഇത് ക്ലിയർ ആയല്ലോ, ലെക്ചർ മെത്തേഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോവിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. തിയറി ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സൈക്കോ അനലറ്റിക് തിയറി, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അത് ആരുമായി കണക്ട് ചെയ്യുന്നു എന്നാണ്. തിയറി ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരുമായി ബന്ധപ്പെട്ടതാണ്? സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആരുമായി ബന്ധപ്പെട്ടതാണ്? പറഞ്ഞേ, ആരുമായി ബന്ധപ്പെട്ടതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? യെസ്, ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കോ അനലറ്റിക് തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അബ്രഹാം മാസ്ലോ അല്ലെ? ഓക്കെ, അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ എന്താണ് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not an appropriate of a KCF 2007? കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് KCF 2007 ബന്ധപ്പെടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. എന്തൊക്കെയാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ടു ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് റോൾ ആസ് അതോറിറ്റി ഓഫ് ക്ലാസ്, ഫെസിലിറ്റേറ്റ് കോപ്പറേറ്റീവ് കൊളാബറേറ്റീവ് ലേണിംഗ്, ബേസ്ഡ് ഓൺ എന്താണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി. എന്താണ് കൺസ്ട്രക്റ്റിവിസം, അതേപോലെ തന്നെ വരുന്നത് ഏതാണ്? ക്രിട്ടിക്കൽ പെഡഗോഗി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം KCF 2007 ബന്ധമില്ലാത്തത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ചോദ്യം? ബന്ധമില്ലാത്തതാണ്. അപ്പം ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. KCF 2005 ബന്ധമില്ലാത്തത് ഏതാണ്? ബി ആണ് അല്ലെ? അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് അല്ല, സോറി, KCF 2007 ബന്ധപ്പെട്ട് അല്ലാത്തത് ഏതാണ്? ടീച്ചേഴ്സ് റോൾ ആസ് അതോറിറ്റി ഓഫ് ക്ലാസ്. ഒരിക്കലും ടീച്ചറുടെ റോള് ക്ലാസ്സിൽ ഒരു അതോറിറ്റേറ്റീവ് അല്ല ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്? കുട്ടികളുടെ മെന്ററാണ്, അവരെ ഗൈഡ് ചെയ്യുന്നവരാണ് അല്ലേ? അവരൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ടീച്ചർ. ഒരിക്കലും ടീച്ചർ എന്തല്ല? ടീച്ചർ എന്ന് പറയുന്നത് അതോറിറ്റി അല്ല. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഇത് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ, ഇതിപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് അതെന്താണ് മനസ്സിലാവും. ഇതിപ്പം എന്താണ് വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? KCF എന്താണെന്നും KCF പരാമർശിച്ചിരിക്കുന്ന കാര്യം, ഓരോന്നിലും ചില കാര്യങ്ങൾ സ്ട്രെസ് ഔട്ട് ചെയ്യും, അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, next question. A student has an IQ level of 100. That student belong to. എന്താണ് തന്നിരിക്കുന്നത്? ഒരു സ്റ്റുഡന്റിന് IQ ലെവൽ 100 ആണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റുഡന്റ് ഏതിലാണ് വരിക? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സുപ്പീരിയർ, ആവറേജ്, ഡൾ, മോറോൺ. അത് ഏത് കാറ്റഗറിയിലാണ് ആ സ്റ്റുഡന്റ് വരിക? ഏത് കാറ്റഗറിയിലാണ്? IQ ലെവൽ 100 എന്ന് പറയുമ്പോ ആ കാറ്റഗറി വരിക ആവറേജിലാണ് വരിക. IQ ലെവൽ 100 എന്ന് പറയുമ്പോ ആവറേജ് കാറ്റഗറിയാണ്. നമുക്കറിയാം, അതായത് IQ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെർമാനാണ്. 90 മുതൽ 109 വരെ വരുന്ന പീരീഡ് IQ ലെവൽ, അതിന്റെ ഇടയിലാണെങ്കിൽ അത് ആവറേജ് ആണ്. 110 എബോവ് ആണെങ്കിൽ സുപ്പീരിയർ ആണ്. ബിലോ 80 ആണെങ്കിൽ ഡൽ അല്ലെങ്കിൽ മോറോൺ, മന്ദബുദ്ധി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരിക. IQ ലെവല് 80 കുറവ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ IQ എങ്ങനെ മെഷർ ചെയ്യണം തുടങ്ങിയ കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ചെയർമാൻ ഓഫ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005. എന്താ ചോദ്യം?
NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ചെയർമാൻ ആരാണ്? കണ്ടോ? അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഇത് എത്രത്തോളം ഡീപ്പായി പഠിക്കണം. പ്രൊഫസർ യശ്പാൽ, രോഹിത് ദാൻകർ, ഡോക്ടർ കസ്തൂരി രംഗൻ, കോത്താരി. ഇതില് സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് NCFന്റേത്? പ്രൊഫസർ യശ്പാൽ ആണ്. പ്രൊഫസർ യശ്പാൽ ആണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, NCF 2005 എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തേണ്ട കാര്യം, NCF സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അതാണ് ഇതിന്റെ NCF 2005ന്റെ മേജർ പ്രിൻസിപ്പിൾ ആണ് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ് NCF 2005 മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. NCF 2005 എന്ത് ബേസ് ചെയ്ത് വന്നതാണ്? നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986, പ്ലാൻ ഓഫ് ആക്ഷൻ 1992. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് NCF 2005 വരുന്നത്. ഈ NCF 2005 വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ വ്യക്തികൾ ആരൊക്കെയാണ്, അതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്? NCF എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യം എത്തേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞേ. ആദ്യം എത്തേണ്ട കാര്യം എന്താണ് NCF എന്ന് കേൾക്കുമ്പോ? എന്താണ്? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ്. ദെൻ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ് ഇതിൽ പറയുന്നത്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആയിരിക്കണം. ICT ഇന്റഗ്രേഷൻ ആണ് പറയുന്നത്. പിന്നെ ഒന്ന് CC കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്, അല്ലെ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ചിൽഡ്രൻ. എന്താണ്? റിഗാർഡ്ലെസ് ഓഫ് ദെയർ കാസ്റ്റ്, ജെൻഡർ, സെക്സ്, അതേപോലെ തന്നെ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആയാലും ഫിസിക്കൽ ആയാലും മെന്റലി ആയാലും സോഷ്യൽ ആയാലും ഒരു ഇനീക്വാലിറ്റി ഇല്ലാതെ എല്ലാ കുട്ടികളുടെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുന്നത് എവിടെയാണ്? NCF 2005 ആണ്. സ്ട്രെസ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. NCF എന്ന് കേൾക്കുമ്പോൾ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആലോചിക്കുക. ചൈൽഡ് സെന്റേർഡ് ആണ്, കൺസ്ട്രക്റ്റിവിസം ആണ്, CC ഉണ്ട്, ICT ഇന്റഗ്രേഷൻ അവർ പറയുന്നുണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരിക്കണം, ജെൻഡർ ഈക്വാലിറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ എന്തുമായി കണക്ട് ചെയ്യുന്നതാണ്? NCFുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ദെൻ വരുന്നതാണ് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇത് പലപ്പോഴും ഈ ഒരു ചോദ്യം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അഡോളസെന്റ് എന്ന് പറയുന്ന പീരീഡ് ഇദ്ദേഹം പറയുന്ന സ്റ്റേജിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അതിൽ ഏതാണ് അഡോളസെന്റ് പീരീഡ് വരുന്നത്? അഡോളസെന്റ് പീരീഡ് പിയാഷെയുടെ ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി, അല്ലെ? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അഡോളസെന്റുമായി ബന്ധപ്പെട്ടത്. കോൺക്രീറ്റ് ഓപ്പറേഷനിലാണ് കുട്ടികൾ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പോകുന്നത്. പ്രീ ഓപ്പറേഷനിലാണ് യൂസ് സിമ്പിൾ ടു റെപ്രസെന്റ് ഒബ്ജക്റ്റ്, അല്ലെ? അതായത് ഒബ്ജക്റ്റിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. സെൻസറി മോട്ടോറിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നു. പിയാഷെയുടെ ഈ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതും പലപ്പോഴായിട്ട് ഈ ഒരു ഭാഗം എക്സാമിന് കണ്ടുവരാറുണ്ട്, കുട്ടികൾ തെറ്റിക്കാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം. എന്താണ് ചോദ്യം? എ പേഴ്സൺ ഫോർഗെറ്റ് പ്രീവിയസ്ലി ലേൺഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് വെൻ എ ന്യൂ ലിസ്റ്റ് ഓഫ് വേർഡ് ഈസ് ലേൺഡ്, അല്ലെ? അതായത് നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ പഴയത് നമ്മൾ മുന്നേ പ്രീവിയസ്ലി നമ്മൾ പഠിച്ച കാര്യം നമുക്ക് എന്ത് ചെയ്യാണ്? മറന്നു പോവാണ്. ആ ഒരു കാര്യം എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? അതിന് നമ്മൾ എന്താണ് പറയാ? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഇൻഹിബിഷൻ ഡ്യൂ ടു റിപ്രഷൻ, ഇൻഹിബിഷൻ ഡ്യൂ ടു ടൈം ലാപ്സ്. ഏതാണ്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് നമ്മള് പ്രീവിയസ്ലി ലേൺ ചെയ്തൊരു കാര്യം പുതിയതായിട്ട് നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ
പഴയ നമ്മൾ മുന്നേ പഠിച്ച കാര്യം മറന്നു പോവാന്ന് പറയുമ്പോൾ അതെന്താണ്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് ദ സിറ്റുവേഷൻ വേർ ന്യൂ ലേണിംഗ് ഇന്റർഫറൻസ് വിത്ത് ദ റീകോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ അല്ലേ? പുതിയ കാര്യം പഠിക്കുമ്പോൾ അത് നമ്മൾ പ്രീവിയസ്ലി ലേൺ ചെയ്തതിന് ഇന്റർഫറൻസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിക്കാം. ഇപ്പൊ ന്യൂ ഫോൺ നമ്പർ, നമ്മൾ പുതിയ ഒരു ഫോൺ നമ്പർ നമ്മൾ പഠിച്ചെടുക്കാണ്. അപ്പൊ നമുക്ക് പഴയ ഫോൺ നമ്പർ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതെന്താണ്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. ഈ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്താ പറയുന്നത്? പ്രീവിയസ്ലി ലേണിംഗ് ഇന്റർഫറൻസ് വിത്ത് ദ ലേണിംഗ് ഓർ റീകോൾ ഓഫ് ന്യൂ ഇൻഫർമേഷൻ. നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി ലേൺ ചെയ്ത കാര്യം നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിനെ തടസ്സമായിട്ട് ഒരു ഇന്റർഫറൻസ് കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ, ഓൾഡ് പാസ്വേഡ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂലി ചേഞ്ച്ഡ് പാസ്വേഡ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യുമ്പം പുതിയത് നമ്മളൊരു പാസ്വേഡ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആ ഒരു പുതിയ പാസ്വേഡ് മറന്നിട്ട് പഴയ പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കാണ്. അപ്പൊ എന്താണ്? ന്യൂലി ലേൺ ചെയ്ത കാര്യത്തിന് പ്രീവിയസ്ലി ലേൺ ചെയ്ത ആ കാര്യം ഇന്റർഫറൻസ് ചെയ്യാണ് പുതിയ കാര്യത്തിന്. അതിന് നമ്മൾ ആലോചിക്കുക പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. പഴയത് പുതിയതിന് ഇന്റർഫറൻസ് ചെയ്യുമ്പോൾ റെട്രോ ആക്റ്റീവ് ആണ്. ഓക്കെ, അതായത് പ്രീവിയസ്ലി ലേൺ ഇന്റർഫറൻസ് വിത്ത് ലേണിംഗ് റീകോൾ ന്യൂ ഇൻഫർമേഷൻ. ഇങ്ങനെ ആലോചിക്കാം. റെട്രോ പറഞ്ഞാൽ എന്താണ്? ന്യൂ ലേണിംഗ് പഴയ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് റെട്രോ, പോവുക പഴയത്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ്ലി ലേൺ ചെയ്ത കാര്യം ന്യൂ ഇൻഫർമേഷന് ഇന്റർഫറൻസ് ചെയ്യാണ്. പ്രോ പി പ്രീവിയസ്ലി, അങ്ങനെ ആലോചിക്കാം. ദെൻ റിപ്രഷൻ എന്ന് പറഞ്ഞ എന്താണ്? വെൻ അൺപ്ലസന്റ് ഓർ പെയിൻഫുൾ മെമ്മറീസ് ആർ പുഷ്ഡ് ഇൻ ടു അൺകോൺഷ്യസ് മൈൻഡ് ലീഡിങ് ടു ഫോർഗെറ്റിംഗ്. ഇപ്പൊ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ബോധപൂർവം നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിനെയാണ് ഡ്യൂ ടു റിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചില കുട്ടികളുടെ ലൈഫിൽ, ചൈൽഡിലൊക്കെ എന്തുണ്ടായിരിക്കും? ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡിങ് ടു ഫോർഗെറ്റിലേക്ക്, അൺകോൺഷ്യസിലേക്ക് നമ്മുടെ മൈൻഡ് അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ചെയ്യും മെമ്മറീസിൽ. അതാണ് ഡ്യൂ ടു റിപ്രഷൻ. ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ പാസേജ് ഓഫ് ടൈം വെൻ ലേണിംഗ് ഇസ് നോട്ട് റിസീവ്ഡ് ഓർ പ്രാക്ടീസ്ഡ്. അതായത് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ശരിക്കും അത് പ്രാക്ടീസും റിവൈസ്ഡും ഓറിയന്റഡ് ആണ്. നിങ്ങൾ ഒരു കാര്യം കുറേ കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കാറ്ററ്റ് എന്റെ ഒരു കാരണവശാൽ കഴിഞ്ഞ കാറ്ററ്റ് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണോ ഇനി ഈ കാറ്ററ്റ് എനിക്ക് പഠിക്കാൻ വയ്യ, നെക്സ്റ്റ് കാറ്ററ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ടൈം ഉണ്ട് അല്ലെ? ആ ഒരു ടൈം ലാപ്സ് വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും? മറവി വരും അല്ലേ? പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ നിന്ന് ഓർമ്മയില്ലാതെയാവും. അതിനാണ് ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറയുന്നത്. റിവൈസ് ചെയ്യും പ്രാക്ടീസ് ചെയ്യും ചെയ്യാത്തത് കാരണം ലേണിംഗ് നമുക്ക് മറന്നു പോകുന്നതിനാണ് ടൈം ലാപ്സ് എന്ന് പറയുന്നത്. ഒരു ലോങ് ഹോളിഡേയ്സ് ശേഷം നമ്മൾ അതിന് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവാം അല്ലേ? ഒരു ഓണം വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അതിന് മുന്നേ പഠിച്ച കാര്യമൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്? ഡ്യൂ ടു ടൈം ലാപ്സ് കൊണ്ട് സംഭവിക്കുന്ന ഫോർഗെറ്റിംഗ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി KCF ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് KCF എന്തിനൊക്കെ സ്ട്രെസ് ചെയ്തു എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. KCF ആലോചിക്കുമ്പോൾ NCF എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളെ മൈൻഡിൽ വരേണ്ട ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? ഞാൻ പറഞ്ഞതാണ്. എന്താണ് ഒന്ന് പറഞ്ഞേ? NCF എന്ന് പറഞ്ഞാൽ എന്താണ് മൈൻഡിൽ ഓർമ്മ ലേണിംഗ് വരുന്നത്? വിത്തൗട്ട് ബേർഡൻ ആണ്. ഓക്കെ, അതേപോലെ സെന്റേർഡ് ആണ്. ഓക്കെ, KCF എന്ന് പറയുമ്പോൾ ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്, കൺസ്ട്രക്റ്റിവിസം ആണ്, കൊളാബറേഷൻ ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് CC ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഒരിക്കലും ടീച്ചറുടെ റോൾ എന്തല്ല? ടീച്ചർ അതോറിറ്റി, ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ കാണുന്ന പോലെ ടീച്ചർ റോൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? അത് ഒരു അതോറിറ്റേറ്റീവ് അല്ല എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ,
അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത് സൈക്കോളജി. നിങ്ങൾ കാറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം സൈക്കോളജിയിൽ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഒരു ബേസിക് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ സൈക്കോളജിയിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ എത്ര ഡീപ്പായി പഠിക്കണം, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ദെൻ ഫീഡ്ബാക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. എന്റെ പേര് ലുബാബ. ഞാന് ബി.എഡ് ചെയ്തോണ്ടിരിക്കുന്ന സെക്കൻഡ് സെം ആണ്. എക്സാം ആണ് ഇനി 15-ാം തീയതി വരണത്. അപ്പോ ഫസ്റ്റ് സെമ്മില് നമ്മളിപ്പോ അത് പഠിച്ചതായതുകൊണ്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങൾ ഇതിൽ HMX ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ തിയറീസും ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് തിയറിയിൽ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ശ്രമിക്കുക, അല്ലെ? നമ്മുടെ ഒരു ശ്രമ പരാജയം കൊണ്ടൊന്നും വരരുത് എന്നുള്ളതാണ്. തോൽവി ഉണ്ടായിരിക്കും, അല്ലെ? വിജയത്തിന്റെ മുന്നോടിയാണ് തോൽവി എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്യുക, അല്ലെ? അത് ട്രൈ ചെയ്യാത്തതിനെ കൊണ്ട് നമുക്കൊന്നും നഷ്ടമാവരുത് എന്നുള്ളതാണ്. കാറ്ററ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കാറ്ററ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.